കോടികളുടെ കുറി തട്ടിപ്പ് നടത്തിയ കേസിൽ അറസ്റ്റിലായ കുന്നംകുളത്തെ ധനലക്ഷ്യ കുറീസ് ഉടമയ്ക്ക് താൽക്കാലിക ജാമ്യം. കുറി കമ്പനി ഉടമ മലപ്പുറം നെയ്തല്ലൂർ സ്വദേശി 46 വയസ്സുള്ള സജിക്കാണ് കുന്നംകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2 ദിവസത്തെ താൽക്കാലിക ജാമ്യം അനുവദിച്ചത്. തട്ടിപ്പിന് ഇരയായവരുടെ പരാതിയിൽ കഴിഞ്ഞ ദിവസമാണ് സജിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം ഗുരുവായൂർ റോഡിലുള്ള KSFA കുറീസിലാണ് 100-ലധികം ആളുകളിൽ നിന്നായി 1.5 കോടിയോളം രൂപ തട്ടിയത്. സംഭവത്തിൽ 50ഓളം പേർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയിരുന്നു. ഇവരുടെ ചാവക്കാട്, തൃപ്രയാർ, തൃശൂർ എന്നിവിടങ്ങളിലെ സ്ഥാപനങ്ങളും പൂട്ടിയ നിലയിലാണ്. തട്ടിപ്പിനിരയായവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കുറി കമ്പനി ഉടമയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സ്ഥിര നിക്ഷേപം നടത്തിയ ഒരു യുവതിയുടെ മാത്രം 18 ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടതായാണ് വിവരം. സംഭവത്തിൽ പോലീസുമായി ചർച്ച നടത്തിയെങ്കിലും ഇദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം വിൽപ്പന നടത്തി പണം നൽകാമെന്ന് കുറി കമ്പനി ഉടമ പറഞ്ഞു. എന്നാൽ പ്രതീക്ഷിച്ച തുക സ്ഥലത്തിന് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് തട്ടിപ്പിനിരയായവർ പരാതി നൽകിയത്. തട്ടിപ്പിനിരയായവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. തുടർന്ന് കുന്നംകുളം ഗുരുവായൂർ റോഡിലുള്ള KSFA കുറീസിൽ ഇന്നലെ ഉച്ചയോടെ പോലീസ് പരിശോധന നടത്തി. പരിശോധനയിൽ നിരവധി രേഖകളും കുറി പുസ്തകങ്ങളും സീലുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതേസമയം 2 ദിവസത്തിനു ശേഷം കോടതിയിൽ സ്വമേധയാ ഹാജരാകാൻ പ്രതിക്ക് കോടതി നിർദ്ദേശം നൽകിയതായാണ് വിവരം. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. 10 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ 59-കാരന് 10 വർഷം തടവ് ശിക്ഷ.